സൾഫേറ്റ്സ്, പാരബൺസ്, ട്രൈക്ലോസൻ എന്ന് പറയുന്ന ഒരുപാട് ടോക്സിക് അല്ലെങ്കിൽ പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് കാരണം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താളിപ്പൊടി അല്ലെങ്കിൽ താളി പൗഡർ നമുക്ക് നിർമ്മിക്കാം എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികളുടെ മുടിയുടെ രഹസ്യം എന്താണെന്ന് നമ്മൾ കേരളത്തിൽ വിട്ടു കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട്. ഞാൻ 2 വർഷം ഹൈദരാബാദ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും, കേരളത്തിലെ പെൺകുട്ടികൾക്ക് നല്ല കറുത്ത് നല്ല കട്ടിയുള്ള മുടിയുണ്ട്, അതിൻ്റെ രഹസ്യം എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. നമ്മുടെ രഹസ്യങ്ങൾ പലതുണ്ടല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശുദ്ധമായ വെള്ളം, നമ്മുടെ കാച്ചിയ എണ്ണ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് താളിപ്പൊടി എന്ന് പറയുന്നത്. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി തന്ന ഒന്നാണ് ഈ താളി പൗഡർ, അതായത് താളിപ്പൊടി എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊന്നും ഷാംപൂസ് ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുത്തശ്ശിക്ക് ഇപ്പോൾ 93 വയസ്സായിട്ടോ. ഒരു 85 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് ആളുടെ തലമുടിയൊക്കെ ഒന്ന് നരച്ച് തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ ആൾക്ക് നല്ല കറുത്ത നല്ല മുടിയായിരുന്നു കേട്ടോ. പണ്ടത്തെ ആൾക്കാർ ഷാംപൂസ് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളെല്ലാവരും ഇപ്പോൾ ഷാംപൂസാണ് യൂസ് ചെയ്യുന്നത്. ജനിച്ച് തുടങ്ങുന്ന കുട്ടികൾ മുതലേ ഇപ്പോൾ എല്ലാവരും ഷാംപൂസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാംപൂസ് നല്ല വശങ്ങളുണ്ട്, പക്ഷേ ചീത്ത വശങ്ങൾ നോക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന കെമിക്കൽസ്, അതായത് സൾഫേറ്റ്സ്, പാരബൺസ്, ട്രൈക്ലോസൻ എന്ന് പറയുന്ന ഒരുപാട് ടോക്സിക് അല്ലെങ്കിൽ കെമിക്കൽസ് ഷാംപൂസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഷാംപൂസ് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ആസ്മ പോലുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസ്, റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസ്, എന്തിന് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമൊക്കെ. അപ്പോൾ നമ്മൾ ഷാംപൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മുടി നല്ല സോഫ്റ്റ് ആവും, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരുപാട് നാൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ നല്ലോണം ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മുടിക്ക് നല്ല റിസൾട്ട് ഒന്നും തന്നില്ലെങ്കിലും ഒരുപാട് നാൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ഹെർബൽ ഷാംപൂസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷാംപൂസിൽ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ കെമിക്കൽസ് മെൻഷൻ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂസിലൊക്കെ ഈ കെമിക്കൽസ് ഉണ്ടോ എന്ന് നോക്കുക. എന്തോരം ഈ കെമിക്കൽസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രമുഖമായ ഷാംപൂസിൽ 10 to 12 ഇൻഗ്രീഡിയൻസ് ഈ കെമിക്കൽസ് ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പോയി നിങ്ങൾ നിങ്ങളുടെ ഷാംപൂസ് ചെക്ക് ചെയ്ത് നോക്കുക, ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം നിങ്ങളുടെ ഷാംപൂസിൽ ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അതെല്ലാം എടുത്ത് കളഞ്ഞ് നിങ്ങൾ നാച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സിലേക്ക് തിരിയാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ മുടി നല്ലതായിട്ട് വളരാനും നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാംപൂസും കണ്ടീഷണേഴ്സും എല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മുടി ചീത്തയാവാൻ തന്നെ ഈ ഷാംപൂസ് ഒരു കാരണമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താളിപ്പൊടി അല്ലെങ്കിൽ താളി പൗഡർ നമുക്ക് നിർമ്മിക്കാം എന്നുള്ളതാണ്. പണ്ടുള്ളവർ താളി അപ്പം തന്നെ അരച്ച് തലയിൽ പുരട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ആ നേരത്ത് പോയി താളി ഇലയൊക്കെ പറിച്ച് പുരട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് ഈ താളിപ്പൊടി ഉണ്ടാക്കി ഉണക്കി പൊടിച്ച് നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുവച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താളിപ്പൊടി മേക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. താളിപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിപ്പൂവിൻ്റെ മുട്ട്, ആര്യവേപ്പിൻ്റെ ഇല, തുളസി, കറിവേപ്പില ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇലകളെല്ലാം നന്നായിട്ട് കഴുകി അതിലെ ചെളിയും പൊടിയും എല്ലാം കളഞ്ഞെടുക്കണം.
താളിപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറുപയറും ഉലുവയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കാൻ പോവുകയാണ്. ഇതാ നമ്മുടെ ഇലകളെല്ലാം നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മുറത്തിലാക്കിയിട്ട് നമുക്ക് ടെറസിലോ നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്കിത് കൊണ്ടുവയ്ക്കാം. 6 ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കിയപ്പോഴേക്കും നമ്മുടെ ഇലകളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ അമർത്തുമ്പോൾ അത് പൊടി പൊടിയായിട്ട് പോകണം. അതാണ് ശരിക്കും താളിപ്പൊടി ഉണ്ടാക്കാനായിട്ടുള്ള പാകം എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഉണക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും വീഴാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ താളിപ്പൊടിയിൽ പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉലുവയും ചെറുപയറും നമ്മൾ ഇലകളുടെ ഒപ്പം തന്നെ 6 ദിവസം വെയിലത്തിട്ട് ഉണക്കിയതാട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്സി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. മിക്സിയിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ താളിപ്പൊടി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിൽ പെട്ടെന്ന് പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട്. ആദ്യം നമുക്ക് ഉലുവയും ചെറുപയറും പൊടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സോ നീം ലീവ്സോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പൊടികൾ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അപ്പോൾ ഇല്ലാത്തവർക്ക് ആ പൊടികൾ വാങ്ങിച്ച് എല്ലാവരും മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇതാ ഇവിടെ നമ്മുടെ ഉലുവയും ചെറുപയറും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇലകൾ ഇനി പൊടിച്ച് എടുക്കാം. താളിപ്പൊടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 5-6 മാസത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് 1 മാസത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഫംഗസ് ഒക്കെ വരികയും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൂപ്പൽ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഇനി നമ്മൾ ഉണക്കി വച്ചിരിക്കുന്ന ഇലകളെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. ചിലപ്പോൾ ഇതിൽ പൊടിക്കുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടൊക്കെ മാറി നിൽക്കുന്നുണ്ടാവും. അത് സാരമില്ല, നമുക്കത് അവസാനം ഒരു അരിപ്പ വെച്ച് നമുക്ക് അരിച്ചെടുക്കാവുന്നതാട്ടോ. താളിപ്പൊടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലർ മറ്റ് ഇലകളൊക്കെ ഇടും കേട്ടോ. അതായത് കീഴാർ നെല്ലിയുടെ ഇല, ഭൃംഗരാജ്, പിന്നെ നെല്ലിക്ക ഉണക്കി, അതുപോലെ തന്നെ അലോവേര ഉണക്കിയൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് ഫ്രഷ് ആയിട്ടുള്ളതെങ്കിൽ അതൊക്കെ നമുക്കിടാം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ തുളസി കൂടി എന്ന് വെച്ചിട്ടോ നീം ലീവ്സ് കുറഞ്ഞു എന്ന് വെച്ചാലും യാതൊരു പ്രശ്നമില്ല കേട്ടോ. കാരണം ഇതൊന്നും ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഒന്ന് കൂടി കുറഞ്ഞു പോയാലും യാതൊരു പ്രശ്നമില്ല. ഇതാ നമ്മുടെ ഇലകളെല്ലാം ഒരു വട്ടം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇതപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതിൻ്റെ തണ്ടുകളൊന്നും നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇലകൾ ചിലപ്പോൾ 2-3 തവണ മിക്സിയിലിട്ട് പൊടിച്ചാൽ മാത്രമേ നന്നായിട്ട് പൊടിയുള്ളൂ കേട്ടോ. 2-3 വട്ടം അടിച്ചു വച്ചതിന് ശേഷമുള്ള പൊടിയാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ നാര് പോലുള്ള ഇത് കാണാൻ പറ്റും, അത് തണ്ടിൻ്റെയാണ്. അത് നമുക്കിനി അവസാനം അതിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലൊരു അരിപ്പ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലെ ഫൈൻ പൗഡേഴ്സ് മാത്രമേ താഴേക്ക് വീഴുള്ളൂ. തരി പോലുള്ളതൊക്കെ ആ അരിപ്പയിൽ തന്നെ തങ്ങി നിൽക്കും. ഇനി നമ്മൾ അരിച്ചെടുത്ത ആ പൊടിയും അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉലുവയുടെയും ചെറുപയറുടെയും പൊടിയും കൂടി പിന്നെയും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ചെറുപയറും ഉലുവയും അതുപോലെ തന്നെ ഈ ഇലകളുടെ പൊടിയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും ഇപ്പോഴും. ഇനി ഈ പൊടികളെല്ലാം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. കണ്ടെയ്നർ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും ചില്ലിൻ്റെ ആയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. താളിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് 100% നാച്ചുറലാണ്. നമുക്ക് ഡെയിലി നമുക്ക് തലയിൽ യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. മുടിക്ക് നല്ലത് ഗുണം എന്നല്ലാണ്ട് യാതൊരു ദോഷവും ഇത് തരുന്നില്ല. കൂടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. അതുപോലെ തന്നെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു ബാത്റൂമിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാൻ നേരത്ത് അല്പം വെള്ളം ചാലിച്ച് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാമ്പു പോലെ തന്നെ തല നനച്ച ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടി എടുക്കുക. അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. നമുക്ക് തേങ്ങാപ്പാലോ മറ്റോ ചേർത്താൽ കഞ്ഞിവെള്ളമൊക്കെ ചേർത്ത് നല്ലതാണ്, പക്ഷെ വെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക. വെള്ളത്തിൽ കഴുകി കളയുക. ഇത്രയേ ഉള്ളൂ ഇതിലെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മുടിക്ക് നല്ല ഗുണങ്ങൾ തരുന്ന ആണ് താളിപ്പൊടി, ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.